സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് അല്പസമയമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആശയവിനിമയ കലയെപ്പറ്റിയാണ്. എന്താണ് ആശയവിനിമയ കല എന്ന് പറയുന്നത്? നാം മറ്റൊരാളോട് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം മറച്ചു വയ്ക്കാതെ പങ്കുവയ്ക്കുന്നതാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം. അങ്ങോട്ട് കൊടുക്കുന്ന ആളും വേണം, അവിടെ സ്വീകരിക്കാൻ ഒരാളും വേണം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആശയവിനിമയ കലയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കലഹങ്ങളും പ്രശ്നങ്ങളും കുടുംബ വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ആശയവിനിമയത്തിൽ വന്നുകൂടുന്ന പാകപ്പിഴകളാണ് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ആയതുകൊണ്ട് ആശയവിനിമയ കല നന്നായി അഭ്യസിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് നല്ല ആശയവിനിമയ കല എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ നാവിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാവ് ഒരു തീയോട് ഉപമിച്ചുകൊണ്ട് വലിയൊരു കാടിനെ പോലും കത്തിക്കാൻ കഴിവുള്ള തീയ്, അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ് ഈ നാവ് എന്ന് പറയുന്നു. അതിനെ മരുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നും അവിടെ പറയുന്നു. എന്നാൽ അതിനുള്ള ചെറിയ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെപ്പറ്റി ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ജോലി കാര്യങ്ങളിൽ കൂടുതൽ പ്രാവീണ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നതോടുകൂടെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സമാധാനത്തിലും വസിക്കുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ ചുരുക്കത്തിൽ എല്ലാ രീതിയിലുമുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നല്ല ആശയവിനിമയ കല നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ആയതുകൊണ്ട് അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആശയവിനിമയ കല കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് കൂടുതൽ പ്രയോജനകരമായി ഭവിക്കുവാൻ തക്കവണ്ണം ഈ വീഡിയോകൾ സഹായിക്കും എന്നുള്ളതുകൊണ്ട് തുടർന്നുള്ള വീഡിയോ നിങ്ങൾ ഭംഗിയായി ശ്രദ്ധിച്ച് അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.